ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശമായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവർ അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ പറഞ്ഞത് ഉത്തരം ശരി, അങ്ങനെ തന്നെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അവൻ താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദൃച്ഛയായ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ലേവ്യനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമര്യക്കാരൻ വഴി പോകുകയിൽ അവൻ്റെ അടുക്കൽ എത്തി അവനോട് കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന് മുറിവ് കെട്ടി അവൻ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണമെന്ന് അധികം വല്ലതും ചെവിലോ വിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നത് നിനക്ക് തോന്നുന്നുവെന്ന് അവനോട് കരുണ കാണിച്ചവനെന്ന് അവൻ ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് ഉത്തരം പറഞ്ഞു. ആരാണ് കൂട്ടുകാരൻ? മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ മനസ്സുള്ളവരാണ് കൂട്ടുകാരൻ എന്നുള്ളത്. വഴിയരികെ അർദ്ധപ്രാണനായി മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ ശുശ്രൂഷിക്കുവാൻ നല്ല ശമര്യക്കാരൻ കാണിച്ച മനസ്സ് എത്ര ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ്. മനസ്സലിവുള്ളവരാകുക, കരുണയുള്ളവരാകുക എന്നുള്ളതാണ്. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. കരുണയുള്ളവരാകുക, മനസ്സലിവുള്ളവരാകുക, നല്ല കൂട്ടുകാരനാവുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാർത്ഥരായി തീരുന്നതായ മനുഷ്യരെയാണ് നമ്മൾ എവിടെയും കാണുന്നത്. ഇവിടെ നമുക്ക് സ്നേഹിക്കുവാനും കരുതുവാനും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും കരുതുവാനും ഒക്കെയുള്ള നല്ല മനസ്സുണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരുന്നത്. ഇവിടെ ഈ വേദഭാഗത്ത് പറയുന്നത് നല്ല കൂട്ടുകാരൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അവനെ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ് നല്ല കൂട്ടുകാരൻ എന്നുള്ളതാണ്. പുരോഹിതൻ ലേവ്യന് വഴിമാറി കടന്നുപോയപ്പോൾ നല്ല ശമര്യക്കാരൻ അവൻ അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്തു എന്നുള്ളതാണ്. അവൻ്റെ സമയം, ആരോഗ്യം, പണം എല്ലാം ആ വ്യക്തിക്ക് വേണ്ടി ചിലവാക്കി എന്നുള്ളതാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ പണം മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുവാൻ നമ്മൾ മനസ്സുള്ളവരായി തീരണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.